ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ യാത്രയിലാണ്. സമയം ഇപ്പോൾ രാത്രി 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. പള്ളിയിൽ എല്ലാവരുടെയും കൂടെ ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എത്ര കണ്ടാലും മടുക്കാത്തൊരു സ്ഥലമാണ് മൂന്നാർ. അപ്പോൾ ഗൈസ്, നേരെ മൂന്നാറിലേക്ക്. രാത്രിയിലെ യാത്ര ഒരു പ്രത്യേക സുഖമാണ്. എല്ലാവരും ഫുൾ എനർജിയിലാണ്. സമയം പുലർച്ചെ 4 മണി കഴിഞ്ഞപ്പോഴേക്കും അടിമാലിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള ഹോട്ടൽ സഫേറിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഒന്ന് ഫ്രഷ് ആയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വേണം മൂന്നാറിലേക്ക്. നമ്മൾ ഫുൾ എനർജറ്റിക് ആയിട്ട് വീണ്ടും യാത്ര തുടർന്നു. മൂന്നാറിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. മൂന്നാറിലെ ചരിത്ര പ്രസിദ്ധമായ സീസൈ പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത്. 1910 നിർമ്മിച്ച ഈ പള്ളിയിലെ ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ട്. ആ പഴയകാല നിർമ്മാണ രീതിയും ചുറ്റുമുള്ള പച്ചപ്പും ശരിക്കും മനം കവരുന്നതാണ്. യാത്രയുടെ തുടക്കം തന്നെ ഗംഭീരമായിട്ടുണ്ട്. ഇനിയും കാണാൻ ഒരുപാട് കാഴ്ചകൾ ബാക്കിയാണ്. ഗൈസ്, വീണ്ടും നമ്മളവിടെ നിന്ന് എനർജറ്റിക് ആയിട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റോസ് ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് നമ്മളെ എതിരേൽക്കുന്നത്. 60 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് റോസ് ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടാലോ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മൂന്നാറിലെ ഏറ്റവും മനോഹരമായ ഒരിടത്താണ്. മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. 1940 പണികഴിപ്പിച്ച ഈ ഡാം കൺസർവേഷനും വൈദ്യുതി ഉൽപ്പാദനമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഡാമൊക്കെ ഒന്ന് കണ്ടാലോ. വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് എക്കോ പോയിന്റിലാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ എക്കോ പോയിന്റ് വറ്റി വരണ്ടിരിക്കുകയാണ്. നിറഞ്ഞൊഴുകിയിരുന്ന ആ തടാകം ഇന്ന് വെറും മണൽത്തിട്ടയായി മാറി. വേനലിൻ്റെ കടുപ്പമാണോ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളാണോ എന്നറിയില്ല. എങ്കിലും ഈ കാഴ്ച മനസ്സിനെ അല്പം വിഷമിപ്പിക്കുന്നുണ്ട്. എങ്കിലും തടാകത്തിൻ്റെ അരികിൽ നിൽക്കുന്ന തണൽമരങ്ങൾ നമുക്ക് കണ്ണിന് കുളിർമ ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് ഗൈസ്. വല്ലാത്തൊരു ഫീല് തന്നെയാണ് ഗൈസ്. അങ്ങനെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ് ഗൈസ്. ഗ്യാപ് റോഡ് സൈഡിലുള്ള തേയിലത്തോട്ട് നിന്ന് കുറച്ച് ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ. വീഡിയോയിലേക്ക് പോകാം.
അപ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് പേര് ഡാൻസൊക്കെ കളിക്കുകയാണ് ഗൈസ്. എല്ലാവരും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്താണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ് അത്. അങ്ങനെ നമ്മൾ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ വണ്ടിയിലേക്ക് കയറി. ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അതിനു മുമ്പ് എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും ഗുരുവാനിധേ. അർഹിക്കാത്ത നന്മകളും ഗുരുവാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക് എന്നെ ആശ്വസിപ്പിക്കുന്നു. ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്ന് നൽകുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം, എൻ്റെ പാനപാത്രം നിറഞ്ഞു കഴിയുന്നു. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാനിപ്പോൾ ഇവിടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇവിടുന്ന് ഒരു പ്രഭാതം കൂടി അനുവദിച്ചു, ഈ സമയം വരെ പരിപാലിച്ചു. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ പാർക്കുന്ന ഇടങ്ങളിൽ നിന്നും അല്പം ദൂരെ കടന്നു വന്ന തിരുസന്നയിൽ ഈ രാത്രിയുടെ ശാന്തതയിൽ തലകളെ വണക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാനോടും സഹായിക്കണമേ. എത്രത്തോളം പരിപാലിച്ച ദൈവകൃപ കർത്താവേ, അതിന് നന്ദി കരയേറ്റുവാൻ ഒരു സമയം കൂടി നൽകിയല്ലോ. എല്ലാവരെയും ഓർക്കട്ടെ. ഇത്രത്തോളം വ്യാപരിച്ച ദൈവകൃപയെ ആശ്രയിച്ച് വീണ്ടും ഞങ്ങളെ തന്നെ സമർപ്പിക്കും. വാഹനത്തെയൊക്കെ അവിടെ നിയന്ത്രിക്കുന്നു, ഓടിക്കുന്ന പ്രിയമുള്ളവരെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാലാവസ്ഥയൊക്കെ അനുഗ്രഹമാക്കി തന്നു. കർത്താവേ, നല്ലൊരു കൂട്ടായ്മയുടെ അനുഭവമാകും. അനുവിശ്വാസത്തിൽ കരം കോർത്ത് മുന്നേറുന്ന അനുഭവമായി തീരുമാനോടും സഹായിക്കണമേ. നിങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെ ഇത്രത്തോളം വരുന്നു. കർത്താവേ, ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് പറമ്പിൽ നിൽക്കുവാനും അതുവരെ സന്തോഷത്തെ അനുഗ്രഹത്തെ നൽകുന്നതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പരിപാലിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഒരു ദിവസം കൂടി നൽകി. ഈ രാത്രിക്ക് വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവേ, യാത്രയിലായിരിക്കുന്നു. വീണ്ടും ഇവിടുത്തെ വാഹനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നുവല്ലോ. തിരുനിവാസത്തിന്റെ മറവിൽ നിൽക്കുവാനും തക്ക സമയത്ത് ചെന്ന് അങ്ങേ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹമായി തീരുവാനും സഹായിക്കുന്നു. സഭയെ ഓർക്കുന്നു, പ്രിയമുള്ളവരെ ഓർക്കുന്നു, കടം പെട്ടിരിക്കുന്നവരെ ഓർക്കുന്നു, രോഗദുഃഖാദികളിലായിരിക്കുന്നു, ആവശ്യങ്ങളിലും ഭാരങ്ങളിലും ഒക്കെ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും കർത്താവേ നന്മയ്ക്കായിട്ട് നിരക്കണം. എന്തിനെല്ലാം വേണ്ടി കടപ്പെട്ടിരിക്കും അവയൊക്കെ ഓർക്കുന്നു. ജയം നൽകുന്ന പരിപാലിക്കുന്ന ദൈവസ്നേഹത്തിന്റെ മറവിൽ നിൽക്കുമ്പോഴാകുന്നു ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഓരോ ദിവസം തരുന്നത് കൊണ്ടും സ്തോത്രം. എല്ലാവരെയും പ്രമേൽപ്പിക്കുന്നു. ഭവനങ്ങളെ ഓർക്കുന്നു, പ്രിയമുള്ളവരെയും ഓർക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ നാമം വിശദീകരിക്കണം. രാജ്യപ്പെട്ടു സ്വർഗത്തിലെ പല ഭൂമിയുടെ വാങ്ങുന്നത് ആവശ്യമുള്ള ആഹാരം എന്താണ് കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന മന്ത്രങ്ങളെ ക്ഷമിക്കുന്നു. പരീക്ഷയെ കർത്താദുഷ്ട വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നടക്കുന്നു. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശുമിശിഹായുടെ കൃപ, പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ പ്രിയമുള്ളതിനെ നമ്മോടും ഓർത്ത് പ്രവർത്തി എല്ലാ കാര്യങ്ങളോടും എൻ്റെ അനുഗ്രഹങ്ങളോടും ഇന്നും എന്നേക്കും ഇരിക്കുവാനാണ്. അങ്ങനെ ഫൈനലി നമ്മൾ വെളുപ്പിന് വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്